എല്ലാ പ്രിയപ്പെട്ടവർക്കും എ പ്ലസ് വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 10ാമത്തെ അധ്യായമായ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പീരീഡ് അപ് ടു 1 ഇയർ വരെയുള്ള മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മണി മാർക്കറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ വായിക്കാനിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക്, എന്തൊക്കെയാണ് മണി മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിൽ ഒന്നാമത്തേതും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ട്രഷറി ബിൽസ്, അല്ലെ സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയും. ദീസ് ബിൽസ് ആർ issued by Reserve Bank of India on behalf of the Government of India. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ബില്ലാണ് ട്രഷറി ബിൽ, അല്ലെങ്കിൽ ടി ബിൽ, അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട്സ്. ദീസ് ആർ ഷോർട്ട് ടൈം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ 1 ഇയർ. ഒരു വർഷത്തിന് താഴെ മാത്രം. അത് സ്വാഭാവികമായിട്ടും മണി മാർക്കറ്റിലെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും ഒരു വർഷത്തിന് താഴെ ആയിരിക്കും. ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ട്രഷറി ബിൽസ് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ആർക്ക് വേണമെങ്കിലും ഇത് കൈമാറ്റം ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ എമൗണ്ട് അവർ തമ്മിൽ നെഗോഷ്യബിൾ ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഇറ്റ് ഡസ് നോട്ട് ക്യാരി ഇൻട്രസ്റ്റ്. ഇതൊരു ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യത്തില്ല, ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് പറയുന്നത്. ദേ ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദെയർ ഫേസ് വാല്യൂ. അതായത് ഒരു ഡിസ്കൗണ്ട് ഇട്ടായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്. അപ്പം ഉദാഹരണം 10,000 രൂപയായിരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ കൊടുത്തേക്കുന്നത്, പക്ഷേ അതിന് 9,000 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ പറയുന്നുണ്ട്. ആൻഡ് റീപെയ്ഡ് അറ്റ് പാർ. തിരിച്ചു മേടിക്കുമ്പോൾ ആ എമൗണ്ട് എത്രയാണോ അത്രയും രൂപ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ട്രഷറി ബിൽസ് ആർ അവൈലബിൾ ഫോർ എ മിനിമം എമൗണ്ട് ഓഫ് ₹25,000 ആൻഡ് ഇൻ മൾട്ടിപ്പിൾ ഡെയർ ഓഫ് 25,000 രൂപയുടെ. ഞാൻ നേരത്തെ 10,000 എന്ന് പറഞ്ഞെങ്കിലും 25,000 രൂപ ഏറ്റവും മിനിമമാണ് അതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ടുള്ളത്. അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കണക്ക് വരുന്നത്. അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പർ. In India, commercial paper have been introduced in 1989 on the recommendation of Waghel Committee. It is an unsecured promissory note with a fixed maturity period of 15 days to 1 year. 1989 വാഗൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 15 ഡേയ്സ് മുതൽ 1 ഇയർ വരെ അതിന് കാലാവധിയുണ്ട്. ഇതും അതുതന്നെയാണ്. ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് പാർ. ഇത് വിൽക്കുന്നത് ഡിസ്കൗണ്ടിലാണ്, തിരിച്ചു വാങ്ങുന്നത് പാറിലാണ്, അതായത് കൃത്യം എമൗണ്ടിലാണ്. ദ ഒറിജിനൽ പേർപ്പസ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ വാസ് ടു പ്രൊവൈഡ് ഷോർട്ട് ടൈം ഫണ്ട് ഫോർ സീസണൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അതാത് കാലഘട്ടങ്ങളിലുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങളെ കരകയറാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇത് ആരെ ഇറക്കുന്നതെന്നാണ് അടുത്ത വരി. ഇറ്റ് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ബാങ്ക് ക്രെഡിറ്റ് ഫോർ ലാർജ് കമ്പനി. കമ്പനികളാണ് ഇത് ഇറക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് പകരം ആളുകളിന് ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഫണ്ട് റേസ് ത്രൂ കൊമേഴ്ഷ്യൽ പേപ്പർ ആർ യൂസ് ടു മീറ്റ് ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് കൂട്ടുകാർക്ക് അറിയാം. അടിയന്തര ആവശ്യങ്ങളിലേക്കുള്ള കാര്യങ്ങൾക്ക് പൈസ ആവശ്യമാണ്, അതിനുവേണ്ട ഫണ്ടാണ് ഇതിലൂടെ റേസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രിഡ്ജ് ഫിനാൻസിങ്. ബ്രിഡ്ജ് ഫിനാൻസിങ് എന്നതിന് പേരുണ്ട്. എന്തുകൊണ്ടാണ്? ആവശ്യങ്ങൾ സാധിക്കുക, പിന്നീട് ആ പൈസ തിരിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് അതിന് ബ്രിഡ്ജ് ഫിനാൻസിങ് എന്ന് പേര് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, കോൾ മണി. കോൾ മണി ഈസ് എ ഷോർട്ട് ടൈം ഫിനാൻസ് റീപേയബിൾ ഓൺ ഡിമാൻഡ് വിത്ത് എ മെച്യൂരിറ്റി ഓഫ് 1 day to 15 days യൂസ്ഡ് ഫോർ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ. ഇതാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന അവസാനത്തെ വരി. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷന് വേണ്ടി അവരുപയോഗിച്ചിരിക്കുന്ന ഒരു ഷോർട്ട് ടൈം ഫിനാൻസ് സിസ്റ്റമാണ് കോൾ മണി. 1 ദിവസം മുതൽ 15 ദിവസം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത്, രണ്ടാമത് പഠിച്ചത് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, മൂന്നാമത് പഠിക്കുന്നത് ബാങ്ക് വാര് ചെയ്യുന്നത്. The day-to-day surplus fund of banks are usually traded as call money.
എല്ലാ ദിവസവും വരുന്ന എമൗണ്ടിലെ സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ടിനെയാണ് കോൾ മണി ആയിട്ട് ഉപയോഗിക്കുന്നത്. ബാങ്ക്സ് may borrow money when they face with temporary shortage of fund. ബാങ്കുകൾക്ക് പണത്തിന് ആവശ്യം വരിക, എന്തെങ്കിലും രീതിയിലുള്ള ഷോർട്ടേജ് വരിക, ആ സമയത്താണ് ബാങ്ക് ഇത്. സിമിലർലി ബാങ്ക് വിത്ത് സർപ്ലസ് ഓഫ് ഫണ്ട് ക്യാൻ ഓൾസോ ലെൻഡ് ഫോർ ഷോർട്ട് ടൈം പീരീഡ്. ബാങ്കിന് ചിലപ്പം കയ്യിൽ പൈസ കൂടുതൽ വന്നെന്ന് വരാം. അങ്ങനെ കൂടുതൽ വരുന്ന സമയത്തും അവരത് ഇങ്ങനെ കോൾ മണി മാർക്കറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കും. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഫോർ കോൾ മണി ലോൺ ഈസ് നോൺ ആസ് കോൾ റേറ്റ്. ഫിക്സഡ് എമൗണ്ട് അല്ല, അത് ആ സമയത്ത് തീരുമാനിക്കുന്നതാണ്. അത് കോൾ മണി റേറ്റ് എന്നതിന് പറയുന്നത്. ദിസ് മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓവർ ദ ടെലിഫോൺ മാർക്കറ്റ്. ഒരു ഫോൺ കോളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. കോൾ മണി ഈസ് എ മെത്തേഡ് by which bank borrow mutually to maintain CRR. ബാങ്ക് ഇത് ഇങ്ങനെ കടമെടുക്കുന്നതിന് മറ്റൊരു ഉപയോഗമുണ്ട്. ഒരാവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് CRR മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് CRR? ക്യാഷ് റിസർവ് റേഷ്യോ. റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഇത്ര രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ വരികയാണെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നാളെ അതങ്ങ് തിരിച്ചു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതാണ് കോൾ മണി എന്ന് പറയുന്നത്. നാലാമത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് അൺസെക്യൂർഡ് നെഗോഷ്യബിൾ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളാം. കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടൈം അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ പോയാലും അത് വാലിഡ് ആവുന്നതും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. എമൗണ്ടിൽ കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദ പീരീഡ് ഓഫ് ദിസ് ഡെപ്പോസിറ്റ് റേഞ്ച് ബിറ്റ്വീൻ 90 days to 1 year. നമ്മൾ പഠിച്ചു. ഓൺലി ബാങ്ക് ക്യാൻ ഇഷ്യൂ സച്ച് എ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയുള്ള ബാങ്കുകൾക്ക് മാത്രമേ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ CDs ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നേരത്തെ പഠിച്ച കൊമേഴ്ഷ്യൽ ഇപ്പോൾ പഠിച്ച കൊമേഴ്ഷ്യൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദാറ്റ് CD are transferable and tradable and FD are not. CD സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും അത് വെച്ച് ലാഭം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. എങ്ങനെ? ഒരാൾക്ക് അടിയന്തരമായ ആവശ്യം വരിക, അയാൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന ആവശ്യത്തിനുള്ള പൈസയ്ക്ക് ഈ വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് വരാം. ഒരാൾക്ക് കയ്യിൽ ക്യാഷ് ഇരിപ്പുണ്ട്, തൽക്കാലം ആവശ്യമില്ല, അദ്ദേഹം ഇത് മേടിച്ചു വെക്കും, വലിയ എമൗണ്ട് കൊടുത്ത് തന്നെ മേടിച്ചു വെക്കും. അപ്പോൾ അദ്ദേഹത്തിന് അത് ട്രേഡബിളാണ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് പാർ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, തിരിച്ചെടുക്കുന്നത് ഫുൾ എമൗണ്ട് കൊടുത്തുമായിരിക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ, കൊമേഴ്ഷ്യൽ ബിൽ, ട്രേഡ് ബിൽ ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന, പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. എ കൊമേഴ്ഷ്യൽ ബിൽ ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫിനാൻസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ദ ബിസിനസ് ഫേം. ബിസിനസ് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന സാധനമാണ് കൊമേഴ്ഷ്യൽ ബിൽ, ട്രേഡ് ബിൽ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് ബിസിനസ് ഫേം, കമ്പനിയാണോ നിർബന്ധമില്ല. ദ ട്രേഡർ ഹു ഹാസ് റിസീവ്ഡ് എ ബിൽ ക്യാൻ ഡിസ്കൗണ്ട് ഇറ്റ് വിത്ത് ഹിസ് ബാങ്കർ. ഒരാൾ ഒരു ചെക്ക് മേടിച്ചു ഒരു കച്ചവടം നടത്തിയിട്ട്, ആ ചെക്ക് ഉടനടി ക്യാഷ് ആകുന്നില്ല, അത് നേരെ ബാങ്കിൽ കൊടുക്കുന്നു. ബാങ്ക് അതിനെ ഒരു ബില്ലാക്കി കണ്ടുകൊണ്ട് പെർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കുന്നു. ദ ബാങ്ക് ഇൻ റിട്ടേൺ ക്യാൻ റീഡിസ്കൗണ്ട് ദിസ് ബിൽ ദീസ് ബിൽ ഇൻ ദ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. ബാങ്കിന് ഇത് വേണമെങ്കിൽ വീണ്ടും റീഡിസ്കൗണ്ട് ചെയ്ത് വേറെ ആളുകൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. റീഡിസ്കൗണ്ടിങ് പ്രൊവൈഡ് ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ടു സച്ച് ബാങ്ക്. അപ്പോൾ ബാങ്കിന് ഒരു ലിക്വിഡിറ്റി ഉണ്ട്, അവർക്ക് ക്യാഷ് കിട്ടും. വെൻ എ ട്രേഡ് ബിൽ ഈസ് അക്സെപ്റ്റഡ് ബൈ എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇറ്റ് ഈസ് നോൺ ആസ് കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പോൾ ട്രേഡ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കമ്പനിക്ക് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു ബില്ല് കിട്ടുമ്പോൾ ആ ബില്ല്, അതായത് ചെക്കോ ഡ്രാഫ്റ്റോ എന്തോ ആകട്ടെ, അത് ഒരു ട്രേഡ് ബില്ലായി മാറുന്നു. അതെപ്പോൾ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് കൊമേഴ്ഷ്യൽ പേപ്പറായിട്ട് മാറുന്നു. എപ്പോഴും ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരുമായി ഇത് പങ്കുവയ്ക്കുക. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.